ഒരു SL100 എന്ന് പറയുന്ന NPN ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ 3 ടെർമിനലുകളിൽ 2 ടെർമിനലുകൾ വന്നിരിക്കുന്നുണ്ട്. ഒരു ഇൻസുലേഷനാണ്, ബോഡിയിൽ നിന്നും ഒരു ഇൻസുലേഷൻ പോർഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അത് രണ്ടുമാണ് എമിറ്ററും ബേസും. ഈ ടെർമിനൽ വന്നിരിക്കുന്നത് ബോഡിയിൽ നിന്ന് നേരെയാണ്, അതിന് ബോഡിയുമായിട്ട് കണക്ഷനും കാണിക്കും. അതാണ് കളക്ടർ ടെർമിനൽ. ഇത് കണ്ടോ, ഇത് ബോഡിയിൽ നിന്ന് നേരെയാണ്. അതേസമയം ഇതും ഇവിടെ ഒരു റൗണ്ട് പോലെ കണ്ടല്ലോ, ഇൻസുലേഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നടുക്കത്തെ ബേസ്, ഇത് എമിറ്റർ, ഇത് കളക്ടർ. ഇത് നമ്മൾ മൾട്ടിമീറ്ററിൽ റെസിസ്റ്റൻസ് റേഞ്ചിലിട്ട് നോക്കിയാൽ ഇതിൻ്റെ ബോഡിയുമായി കണ്ടിന്യൂറ്റി കാണിക്കും. കുറച്ച് പവർ ക്യാരി ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് കളക്ടർ നേരെ ബോഡിയുമായി കണക്ഷൻ ഉണ്ട്. ഇത് അവിടെ മാത്രം, ഇവിടെ രണ്ടിടത്തും ഇൻസുലേഷൻ കണ്ടല്ലോ. ഇനി എമിറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ലോട്ട് പോലെയുള്ളതുണ്ട്. ഈ സ്ലോട്ട്, ഈ ഗ്രൂവിൻ്റെ അടുത്തുള്ളത് എമിറ്റർ, നടുക്കത്തത് ബേസ്, ഇത് കളക്ടർ. ഇത് പെട്ടെന്ന് തിരിച്ചറിയാം. കളക്ടർ കണ്ടു കഴിഞ്ഞാൽ കളക്ടർ നേരെ ബോഡിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇൻസുലേഷനോടുകൂടി വരുന്നത്. അതിൽ ഈ പ്രൊജക്ഷൻ്റെ അവിടെയുള്ളതാണ് എമിറ്റർ. CL100 അല്ലെങ്കിൽ SL100 എന്നുള്ള NPN ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ഒരു ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചിങ് ആപ്ലിക്കേഷൻ, ആംപ്ലിഫയർ എന്നുള്ളതിന് പകരം സ്വിച്ചിങ് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ സർക്യൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഈ സർക്യൂട്ട് നോക്കുക. ഒരു ട്രാൻസിസ്റ്ററിന് NPN ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. എമിറ്ററിന് 100 ഓം ഇട്ടിട്ട് നെഗറ്റീവ് പവർ സപ്ലൈ കൊടുക്കുന്നു. കളക്ടറിൽ ഒരു 1K പ്ലസ് VCC കൊടുത്തിട്ട് ഒരു LED കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബേസിൽ ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് നമ്മൾ ബേസിലൊരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ സ്ക്വയർ വേവിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഉണ്ട്, ഇത് 0, പിന്നെ വീണ്ടും 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ട്, 0 അങ്ങനെ വരാം. അപ്പോൾ ബേസിന് വോൾട്ടേജ് കിട്ടിയാൽ മാത്രമാണ് IB ഒഴുകുള്ളൂ, IE ഒഴുകുള്ളൂ, IC ഒഴുകുള്ളൂ. അങ്ങനെ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്ന സമയത്ത് മാത്രമേ ഈ LED തെളിയുള്ളൂ. അപ്പോൾ സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്ക്വയർ വേവിൻ്റെ ഈ ഒരു പോർഷനിൽ ട്രാൻസിസ്റ്ററിന് ബേസിന് വോൾട്ടേജ് കിട്ടും, ട്രാൻസിസ്റ്റർ ഓൺ ആവും. ഈ ഒരു പോർഷൻ വരുമ്പോഴോ ബേസിന് വോൾട്ടേജ് ഇല്ല, ഓഫ് ആവും. വീണ്ടും അടുത്ത പോർഷനിൽ വരുമ്പോൾ ബേസിന് വോൾട്ടേജ് ഉണ്ട്, ഓൺ ആവും. ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ഈ ഒരു പൾസ് കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് വർക്കിംഗ് കൺട്രോൾ ചെയ്യാം. ഇതാണ് ആസ് എ സ്വിച്ച്. ഒരു ഇലക്ട്രോണിക് സ്വിച്ചായിട്ട് ട്രാൻസിസ്റ്റർ ആക്ട് ചെയ്യും. സ്വിച്ചിങ് ആപ്ലിക്കേഷനൊക്കെ ട്രാൻസിസ്റ്റർ ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള കാരണവും ഇതാണ്, ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടിയാണ്. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് എന്നുള്ള സ്കിൽ, ആ സ്കില്ലാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ച് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ്, ഓർക്കുക. ഇവിടെ നമുക്ക് സർക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ചല്ലോ, SL100 ട്രാൻസിസ്റ്ററാണ് എടുത്തിരിക്കുന്നത്. SL100 ട്രാൻസിസ്റ്ററിൻ്റെ സർക്യൂട്ട് നോക്കുക. ഇത് എമിറ്ററാണ്. എമിറ്ററിൽ നിന്നും ഈ റെസിസ്റ്റർ, ഇത് എമിറ്ററിൽ നിന്ന് ഈ റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. പവർ സപ്ലൈയുടെ നെഗറ്റീവ് എടുത്തിട്ട് എമിറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എമിറ്ററിൽ നിന്ന് റെസിസ്റ്റർ നെഗറ്റീവ്. പിന്നെ ഉള്ളത് കളക്ടർ ടെർമിനലാണ്. കളക്ടർ ടെർമിനലിൽ നിന്ന് നമ്മളൊരു LEDയും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ, പോസിറ്റീവ്, റെസിസ്റ്റർ, LED, കളക്ടർ, എമിറ്ററിന് റെസിസ്റ്റർ, നെഗറ്റീവ് പ്ലസ് VCC. ഇനി ബേസിൽ, ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ഇപ്പം ഞാൻ നേരിട്ട് സിഗ്നൽ ജനറേറ്ററിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സിഗ്നൽ ജനറേറ്റർ നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് നമ്മൾ സ്ക്വയർ വേവ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ വേവ് സെലക്ട് ചെയ്തിട്ട് സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് നമ്മൾ ബേസിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, ബേസിലേക്ക് നമ്മൾ സിഗ്നൽ ജനറേറ്ററിൽ നിന്നുള്ള സ്ക്വയർ വേവ് കൊടുത്തിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് കോമൺ. ഇനി എമിറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് പവർ സപ്ലൈയിൽ നിന്ന് കളക്ടറിലേക്ക് LED വഴി. അപ്പോൾ എപ്പോൾ മാത്രമാണ് സ്ക്വയർ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ് ബേസിന് വോൾട്ടേജ് കിട്ടുള്ളൂ. അപ്പോൾ മാത്രമാണ് LED തെളിയുള്ളൂ. നമുക്ക് നോക്കാം സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതാണ്. പവർ സപ്ലൈ ഓണാക്കാം. പവർ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ LED തെളിയുന്നുണ്ട്. പക്ഷേ LED തെളിയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം.
സ്ക്വയർ വേവ് കൊടുത്തിരിക്കുന്നത് 2.3 ഹെർട്സിൻ്റെ ഒരു സ്ക്വയർ വേവ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പവർ സപ്ലൈ ഒക്കെ കൊടുത്തിട്ട് സർക്യൂട്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ വേവിൻ്റെ ആ ഇത് ഇവിടെ കണ്ടോ, ഈ കണ്ടീഷനിൽ മാത്രം വോൾട്ടേജ് കിട്ടുന്നു, വർക്ക് ചെയ്യുന്നു, അപ്പോൾ LED തെളിയുന്നു. അല്ലാതെ ഈ പീരീഡിൽ LED തെളിയുന്നില്ല. നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ, LED തെളിയുന്ന ഡ്യൂറേഷൻ വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡ് കൂടുതലായി വരുന്നുണ്ട്, ഇപ്പോഴും കുറച്ചുകൂടി സ്പീഡ് കൂടുതലായി. അപ്പോൾ ഞാനിവിടെ ഫ്രീക്വൻസി ഇപ്പോൾ 6.4 ഹെർട്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രീക്വൻസി കുറയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി ടൈമായിട്ടുള്ള ഒരു സ്വിച്ചിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് സ്വിച്ചായിട്ട് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് വെറും 0.9 ഹെർട്സ് ആണ്. 0.9 ഹെർട്സ് കൊടുത്തപ്പോഴാണ് കണ്ടല്ലോ ടൈം പീരീഡ്. അപ്പോൾ സ്വിച്ചിങ് ടൈമും നമ്മൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അതാണ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. വീണ്ടും നമുക്ക് ഫ്രീക്വൻസി കൂട്ടാം. ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ 4.2 ഹെർട്സ് ആയി. ഫ്രീക്വൻസി കൂട്ടി. ഒരുപാട് ഫ്രീക്വൻസി കൂട്ടിയാൽ അതിൻ്റെ കണ്ടിന്യൂസ് വേരിയേഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ തെളിഞ്ഞു തന്നെ ഇരിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ ഫ്രീക്വൻസി കുറയ്ക്കാം. അങ്ങനെ സ്വിച്ചിങ് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ്. പലതരം ആപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എഴുതിക്കൊള്ളുക. നമുക്ക് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്യാവുന്നതാണ്.